ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ കല്ലമ്പാറ പാലത്തിൻ്റെ അടുത്തായിട്ട് ഒരു വനിതകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളത് ഇപ്പോൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വെറൈറ്റി ഫുഡുകളാട്ടോ. എന്താ പേര്? പേര് വരോ? തിരിഞ്ഞിട്ടല്ല. എന്താ പേര്? റീന. അപ്പോഴേ ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ ഫുഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നല്ല പിന്നെ പരസ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ മോമോസാണ് മെയിനായിട്ടുള്ളത്. മോമോസ് തന്നെ വെറൈറ്റി എല്ലാവർക്കും പുതുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. സ്റ്റീമഡ് ഉണ്ട്, ഫ്രൈഡ് ഉണ്ട്, വിത്ത് ചീസ് ഇട്ടത്, കുർക്കുറെ, ഡൈനാമിക്, പെരി പെരി, അങ്ങനെ കുറച്ച് വെറൈറ്റി. അതിൻ്റെ കോംബോ വരുന്നുണ്ട്. അപ്പം ചിലർക്ക് രണ്ട് പീസായിട്ട് എല്ലാവർക്കും കൂടി ഒരു പ്ലാറ്ററായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോംബോ വരുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ, പിന്നെ ചിക്കൻ നഗറ്റ്സ്, ഫ്രൈസ്, ജ്യൂസ്, കുറച്ച് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പിന്നെ മോമോസ് മാക്സിമം ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം അറേഞ്ചാണ് കൊണ്ടുപോകുന്നത്. അത് ശരി. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനം. ഇത് എവിടുന്നാണ് ഇതിൻ്റെ ഒരു പരിശീലനം വേണമല്ലോ ഇതുണ്ടാക്കാനോ ഉള്ള പഠിച്ചത്? വീട്ടിൽ വന്ന സമയത്ത് ഞാൻ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നേപ്പാളിൽ നിന്നാട്ടോ മോമോസ് പഠിച്ചത്. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഉണ്ടാക്കി നോക്കി കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്. സെയിം അവിടെ കഴിച്ച അതേ ടേസ്റ്റ് കൂടാനുള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മണ്ണൂർ വളവിൽ, അതായത് കടലുണ്ടി, എനിക്ക് തോന്നുന്നു കടലുണ്ടി പഞ്ചായത്തിൽ തന്നെ ഇത്തരം ഒരു സ്ഥാപനം വനിതകൾ നടത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഇത് ഇപ്പോൾ വൈകുന്നേരം തുറന്നിട്ടേ ഉള്ളൂ അല്ലേ? തുറന്നിട്ടേ ഉള്ളൂ. കുറച്ചിട്ട് കഴിയുമ്പോൾ ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും. ഉണ്ടാക്കിയതൊക്കെ തീരുന്നില്ലേ? തികയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ ഇവർ പിന്നെ ഇതൊക്കെ വീട്ടിൽ നിന്നുള്ളതായതിനോട് തന്നെ ഇതിൽ മായമില്ല, മരുന്നില്ല, ഒന്നുമില്ല. അത്ര വിശ്വസിച്ച് കഴിക്കാം. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ട് ആളുകൾ വൈകുന്നേരം ഇവിടേക്ക് വരും. ഈ ഒരു സ്ഥാപനം വന്നേരം ഈ പ്രദേശം തന്നെ മാറിയില്ലേ? ആളുകളെ കൊണ്ട് ഇപ്പോൾ അടുത്തുള്ളവർക്കും നിങ്ങൾ ചായ ഇല്ല അല്ലേ? അപ്പോൾ അപ്പുറത്ത് ചായയും കുടിക്കാൻ അവിടെ പോയിട്ട് ചായയും കുടിക്കും. അപ്പോൾ ഒരു പിന്നെ എന്താ പറയുക, നല്ലൊരു ലൈറ്റും വെളിച്ചമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലുമാണ് അല്ലേ? അങ്ങനെ വില കൂട്ടും. അപ്പം എന്ത് ചെയ്യും? ഗ്യാസിൻ്റെ വില വർധനകളെ എങ്ങനെ ബാധിക്കും? ഇപ്പം 1000 രൂപയോളം കൂടിയില്ലേ ഗ്യാസിന്? അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ അതുകൊണ്ട് ചായയൊക്കെ ഇപ്പോൾ ആളുകൾ നിർത്തി പൈസയൊക്കെ കൂട്ടികളെ പൈസയൊക്കെ കൂട്ടിയോ?